എൻ്റെ പേര് റോബിൻ കുര്യൻ. ഞാൻ USA ന്യൂ മെക്സിക്കോ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, ഞാൻ 20 കൊല്ലമായി ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. പല സ്ഥലങ്ങളിലും ഇന്ത്യയിൽ പല സ്റ്റേറ്റിലും പല സ്കൂളിൽ വർക്ക് ചെയ്തു. അതിനുശേഷം മാലദ്വീപ്സിലെത്തി. അവിടെയും ഒരു 6-7 വർഷം ജോലി ചെയ്തു. അതിനുശേഷം UK പോയി അവിടെ ഒരു സ്റ്റുഡൻറ്റ് വിസ എടുത്ത് അവിടെ ചെന്ന് രക്ഷപ്പെടുമെന്ന് കണ്ട് അങ്ങോട്ട് ഞങ്ങൾ മാറുകയാണ് ചെയ്തത്. പക്ഷേ അവിടെ ചെന്നിട്ടും എൻ്റെ സ്റ്റുഡൻറ്റ് വിസ എല്ലാം തീർന്നു. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റുഡൻറ്റ് വിസ എടുത്ത് പഠിക്കാൻ തുടങ്ങി. അതിനുശേഷം ലാസ്റ്റിൽ അവിടെ ഒരു കെയർ ഹോമിൽ ഒരു ജോലി വർക്ക് പെർമിറ്റ് കിട്ടി. പക്ഷേ അവിടെ തുടരുവാനുള്ള സാഹചര്യം ഞങ്ങൾക്കുണ്ടായില്ല. അവിടുത്തെ പലവിധ ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ വൈഫിന് അവിടുത്തെ കാലാവസ്ഥ ശരിയായി പിടിക്കുന്നില്ല, കുട്ടികൾക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ, അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ തുടരുവാൻ കഴിയുന്നില്ല. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ 2019 ഞങ്ങൾ സാമ്പത്തികവും ശാരീരികവും മാനസികവും ആയി വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സമയത്താണ് ഇവിടെ കൃപാസന മാതാവിൻ്റെ ഈ പള്ളിയിലെത്തി ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ വൈഫ് മറിയാമ്മയാണ് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് 1.5 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് US ന്യൂ മെക്സിക്കോയിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ കോൾ എത്തി. അതനുസരിച്ച് ഞാൻ കൃപാസന മാതാവിൻ്റെ ഈ ഉടമ്പടി കാശ് രൂപം ഞാൻ എൻ്റെ ലാപ്ടോപ്പിൻ്റെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്, അച്ഛനെപ്പോഴും ജോസഫ് അച്ഛൻ എപ്പോഴും പറയുന്നത് പോലെ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എൻ്റെ ഒരു മെറിറ്റിലല്ല, എനിക്ക് ഇത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ പുതിയ തലമുറയുമായിട്ട് നമുക്ക് കോമ്പീറ്റ് ചെയ്യുന്നതിന് വളരെയേറെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഇത് മാതാവിൻ്റെ ഒരു കരുണയാലല്ലാതെ നമുക്ക് ഈ ജോലി കിട്ടുവാൻ ഒരു സാധ്യതയുമില്ല. ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് അവിടെ നിന്ന് എനിക്ക് ജോയിൻ ചെയ്യാനുള്ള എനിക്ക് ഓഫർ ലെറ്ററും മറ്റുള്ള കാര്യങ്ങളും കിട്ടി. അതിനുശേഷം എനിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ നമ്മൾ രക്ഷപ്പെടുക എന്നുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ US എത്തിച്ചേർന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സ്ഥിതി വീണ്ടും പലവിധ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. നമ്മുടെ ഇവിടുത്തെ കുട്ടികൾ പോലുള്ള കുട്ടികളല്ല ഇവിടെ നമുക്ക് പഠിപ്പിച്ചാൽ മാത്രം മതി, ബിഹേവിയർ പ്രോബ്ലംസ് അത്ര കാര്യമായി ഉണ്ടാകുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ അവിടെ ചെന്നപ്പോൾ നമ്മളെ പഠിപ്പിക്കുക എന്നതിലൊരു കുട്ടികളെ മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമായിരുന്നു. ഒരു ദിവസം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 കുട്ടികൾ തമ്മിൽ വഴക്കുണ്ടാകുകയും ഒരു കുട്ടി വേറൊരു കുട്ടിയെ ഇടിച്ച് മൂക്കിൽ നിന്ന് ചോര ധാരധാരയായിട്ട് വരികയും ആ കുട്ടി അവിടെ ബോധം കെട്ട് വീഴുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ പേരൻസ് എനിക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ സ്കൂൾ ഡിസ്ട്രിക്റ്റിനും എതിരായി അവിടെ കേസിന് പോയി. മാതാവിൻ്റെ മധ്യസ്ഥത്താൽ ആ കേസ് ഞങ്ങൾക്ക് അനുകൂലമായി വിധിച്ചു. അതിനുശേഷം 2021 എൻ്റെ വൈഫും പിള്ളേരും അങ്ങനെ വരുന്നതിന് വേണ്ടി ഞങ്ങൾ ഈ ഉടമ്പടിയിലൂടെ വൈഫും ഞങ്ങളും ഒത്തൊരുമിച്ച് പ്രാർത്ഥിച്ചു. അത് വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വന്ന ജോസഫ് അച്ഛനെ കണ്ട് അവരുടെ പാസ്പോർട്ടുകൾ ഇവിടെ അച്ഛനിവിടെ ഈ മാതാവിൻ്റെ ഇവിടെ കൊണ്ടുവന്ന അൾത്താരയിൽ കൊണ്ടുവന്ന പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ ഇവരുടെ ഓരോരുത്തരുടെയും തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു. അതിനുശേഷം അവർ അവിടെ എത്തി. അത് കഴിഞ്ഞ് രണ്ടാമതുള്ള സാക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ആദ്യം ഞാൻ പോയത് J1 വിസയിലായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് വർക്ക് പെർമിറ്റ് കിട്ടുന്നുള്ള H1 വിസയിലേക്ക് കൺവേർട്ട് ചെയ്യണമായിരുന്നു. അതിനൊരു സ്കൂൾ കണ്ടുപിടിക്കേണ്ടിയിരുന്നു. അതിനുവേണ്ടി മാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു. യേശു അത് ഞങ്ങൾക്ക് നടത്തി തന്നു. ആദ്യത്തെ സ്കൂളിനേക്കാളിലും വളരെ ഡിസിപ്ലിൻ, വളരെ ഇമ്പ്രൂവ്മെൻ്റ് ഉള്ള ഒരു സ്കൂൾ എനിക്ക് കിട്ടാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, ഞങ്ങൾ 2 പേരും ഒത്തൊരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു, ഞങ്ങൾക്ക് പള്ളി ഞങ്ങൾക്ക് കിട്ടുന്ന വീടിൻ്റെ തൊട്ട് അടുത്തായിരിക്കണമെന്ന്. ഞങ്ങൾ അവിടെ ഞങ്ങൾ സ്കൂളിൽ ജോയിൻ ചെന്ന ആദ്യ ദിവസം തന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു വീട് ശരിയായി. അത് ഞങ്ങൾക്ക് കിട്ടിയത് പള്ളിയുടെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഞങ്ങൾക്ക് ആ വീട് കിട്ടിയത്. അതിനുശേഷം ഞങ്ങൾക്ക് അവിടെ വിസ
എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടി. അതിന് പിന്നെ ഉണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഞങ്ങൾ റെൻറ്റഡ് വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ ഒരു സ്വന്തമായൊരു വീട് കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നി. കാരണം റെൻറ്റിൻ്റെ കൂടെ ഒരു കുറച്ച് പൈസ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമുക്ക് സ്വന്തമായിട്ട് വീട് കിട്ടും. അത് നമ്മളല്ല, നമുക്ക് ലോൺ കിട്ടുന്നതാണ്. നമ്മൾ സ്വന്തമായിട്ട് ഇൻസ്റ്റാൾമെൻറ്റ് നമ്മുടെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്യുന്നതാണ്. ഞങ്ങൾ വീട് കാണാൻ പോയപ്പോൾ മാതാവിൻ്റെ ഈ വെഞ്ചരിച്ച ഉപ്പ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ വീട്ടിൽ കൊണ്ടുപോയി ഞങ്ങൾ വിതറി പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് ആ വീട് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ മാധ്യസ്ഥാൽ ഈശോ അത് ഞങ്ങൾക്ക് സാധിച്ചു തന്നു. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഞങ്ങൾ 50 കൊല്ലം ക്രിസ്ത്യാനികളായിരുന്നു എങ്കിലും യേശുവിനെയോ അതുപോലെ തന്നെ മാതാവിനെയോ കൈമാറുവാൻ ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല. ഈ ഉടമ്പടി എടുത്തതിലൂടെ യേശുവിനെ മറ്റുള്ളവരിലേക്ക് കൈമാറുവാനായിട്ടുള്ള ഒരു പ്രത്യേക അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിച്ചു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന കൃപാസന മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സാക്ഷ്യം പറയാൻ താമസിച്ചതിന് ഒത്തിരി ക്ഷമ ചോദിക്കുകയും ചെയ്യുകയാണ്. ഇനി എൻ്റെ വൈഫിൻ്റെ ഇടയിൽ കൊടുക്കുക. ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മയുടെ ഈ പ്രത്യക്ഷീകരണത്തിന് ഞങ്ങൾ സാക്ഷിയാക്കിയതിന് നന്ദി പറയുന്നു ഈശോയ്ക്കും മാതാവിനും. ഞങ്ങളീ പറഞ്ഞ പോലെ 2019 ഉടമ്പടി എടുക്കുന്ന ആ സമയത്ത് എനിക്ക് ശാരീരികമായിട്ടുള്ള ഒത്തിരിയും ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. നിൽക്കാനോ ഇരിക്കാനോ വയ്യ. ഏത് സമയത്ത് എനിക്ക് കിടക്കണം, ക്ഷീണം, അങ്ങനെയായിരുന്നു. ഞാൻ ഉടമ്പടി എടുക്കാൻ വന്ന സമയത്ത് എനിക്ക് എടുക്കണമെന്നൊന്നും ഇല്ലായിരുന്നു. പക്ഷെങ്കിൽ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഉടമ്പടി ഞാൻ തന്നെ എടുത്തു. ആ സമയത്ത് എനിക്ക് ഭയങ്കര ഭയമായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഈ ഉടമ്പടി എടുക്കാനുള്ള യോഗ്യതയുണ്ടോ എന്നായിരുന്നു എൻ്റെ പ്രശ്നം. ഞാനപ്പം മാതാവിനോട് ചോദിച്ചു, മാതാവേ എനിക്കിത് എടുക്കാനുള്ള യോഗ്യതയുണ്ടോ? എൻ്റെ മനസ്സും ഒക്കെ അത്ര ഒരു പക്വതയുള്ള ഒരാളല്ലല്ലോ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടിയെല്ലാം എടുത്ത് ഇവിടെ പ്രാർത്ഥന കഴിഞ്ഞിറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു, എൻ്റെ മാതാവേ, ഈ ലോകത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഈ ഉടമ്പടി പൂർത്തീകരിക്കും. എന്തെന്നാൽ ഞാനും നീയും തമ്മിലുള്ള ഉടമ്പടിയാണ്ടിന്ന്. മാതാവും ഈശോയും നമ്മളും തമ്മിലുള്ള ഉടമ്പടി ആയതുകൊണ്ട് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ലോകത്തിലെ എല്ലാം ഞാൻ മറന്ന് ഞാൻ നിന്നെ ആരാധിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഉടമ്പടി എനിക്ക് പൂർത്തിയാക്കിയിരിക്കണം എന്ന് പ്രാർത്ഥിച്ചു. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് കൂടുതൽ പ്രശ്നങ്ങളായിരുന്നു. അതായത് വീട്ടിൽ അകത്ത് പ്രശ്നം, പുറത്ത് പ്രശ്നം, മൊത്തത്തിലുള്ള പ്രശ്നങ്ങൾ. പക്ഷേ എന്നാലും ഞാൻ എൻ്റെ ഉടമ്പടിയിൽ നിന്നൊരു അണുവിട മാറാതെ ഞാൻ നിന്നു. അതിനുശേഷം കുറച്ച് കാലങ്ങൾക്ക് ശേഷം എൻ്റെ രോഗങ്ങൾക്കൊക്കെ മാറ്റമുണ്ടായി തുടങ്ങി. ഇവിടെ ഓരോരുത്തർ സാക്ഷ്യം പറയുമ്പോഴും ഞാൻ ഓർക്കും, കർത്താവേ, ആ രോഗം എനിക്കുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഓരോന്ന് കേൾക്കുമ്പോൾ ഞാൻ അന്നേരമാണ് വിചാരിക്കുന്നത്, ഇതൊക്കെ എനിക്ക് ഉണ്ടായിരുന്നല്ലോ എന്ന്. അപ്പം ഞാൻ പോലും അറിയാതെ എൻ്റെ ശരീരത്തിൽ നിന്ന് എൻ്റെ ഓരോരോ രോഗങ്ങൾ ഈശോയും മാതാവും എടുത്തു മാറ്റിക്കൊണ്ടേയിരുന്നു. അതുപോലെ എനിക്ക് ക്ഷമിക്കുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു. ഞാനിപ്പോൾ എത്ര ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ക്ഷമിക്കും. എല്ലാം ഒരു പുഞ്ചിരിയോട് മാത്രം ഞാനത് നേരിടുകയുള്ളൂ. അതുപോലെ തന്നെ ആർക്കെന്ത് സഹായം, അതായത് എൻ്റെ ശരീരം കൊണ്ടോ എൻ്റെ മനസ്സുകൊണ്ടോ എനിക്കുള്ള സമ്പത്ത് കൊണ്ടോ ഏത് രീതിയിലും ഞാൻ ഏത് മനുഷ്യരെയും സഹായിക്കാൻ ഞാൻ തയ്യാറായിരിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് വീട്ടിൽ, അതായത് എന്നും പ്രാർത്ഥിക്കാനും കൊന്ത ചൊല്ലുവാനുമുള്ള അനുഗ്രഹം ഈശോ തന്നു. അതുപോലെ ഞാൻ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും പള്ളിയിൽ പോവുകയും അതുപോലെ കുർബാന കൊള്ളുകയും കുമ്പസാരിക്കുകയും കുർബാന ചെയ്യുകയുണ്ട്. പിന്നെ ഈശോയുടെ വലിയ അനുഗ്രഹത്താൽ ഞങ്ങളുടെ കുടുംബത്തിലെ മക്കൾ ഉള്ള പ്രശ്നങ്ങളൊക്കെ മാറുകയും അവരൊക്കെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് അതുപോലെ US ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി ഞാൻ ടെസ്റ്റ് എഴുതി. എനിക്ക് ആകെപ്പാടെ അറിയാവുന്ന 3 ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ആൻസർ ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഇതൊക്കെ കണ്ടിട്ട് ഒരു രക്ഷയുമില്ല, എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല, നോക്കിക്കൊള്ളണേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ ഞാനിങ്ങനെ കുരിശ് വരച്ചിട്ട് ഞാൻ പറഞ്ഞു, അങ്ങനെ ഞാൻ ടെസ്റ്റ് എഴുതി. ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ
ഞാൻ പാസ്സായതായിട്ട് ഞാൻ കാണുകയുണ്ടായി. അതുപോലെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമുക്ക് പറ്റുവാണെങ്കിൽ ഉടമ്പടി എന്നത് അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. ഇത് നല്ല കട്ടിയുള്ള കാര്യം തന്നെയാണ്. നമ്മളെല്ലാവരും ആകുന്ന രീതിയിൽ എല്ലാവരും ഉടമ്പടി എടുക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ നിത്യതയിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ് ഈ ഉടമ്പടി എന്ന് എനിക്ക് പറയാനുള്ളത്. അതുപോലെ നമ്മുടെ തലമുറകൾക്കും നമ്മുടെ മക്കൾക്കും നമുക്ക് കൊടുക്കുവാനുള്ള ഏറ്റവും വലിയ സമ്പത്ത് ഈ ലോകത്തിലും ഏതാണെന്ന് ചോദിച്ചാൽ ഈശോയും മാതാവുമാണ്. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സാക്ഷ്യത്തിൽ നിന്ന് നിൽക്കുന്നു. അതുപോലെ മാതാവിൻ്റെ സുഗന്ധാഭിഷേകം എനിക്ക് പല പ്രാവശ്യങ്ങളുണ്ടാകുകയും അതുപോലെ തന്നെ ഒരു ജോസഫ് അച്ഛൻ ഒരു ദിവസം ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കാണുന്നു, മാതാവ് ഇവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ ഈ ഇരിക്കുന്ന എല്ലാ മനുഷ്യരുമേലും ഇങ്ങനെ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് ഞാൻ കാണുകയുണ്ടായി. ഈശോയ്ക്കും എൻ്റെ മാതാവിനും 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 24-ാം തിരുവചനം. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. റോബിൻ, മറിയാമ്മ എന്ന ഈ ദമ്പതികൾ ഇവിടെ വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റ് പറയുമ്പോൾ ഇതൊരു എയർലിഫ്റ്റഡ് സാക്ഷ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം റോബിൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ നാട്ടിൽ തന്നെ ഒരുപാട് ജോലി നോക്കി. പക്ഷെ ഒരിടത്തും സ്ഥിരമായ ഒരു ജോലി ഇല്ലാതിരുന്ന അവസ്ഥയിലാണ് ഇവരിവിടെ വന്ന് ഉടമ്പടി ചെയ്യുന്നത്. വളരെ പെട്ടെന്നാണ് അവർക്കതിനുള്ള ഉടൻ പരിഹാരം എന്ന ഒരു അറിയിപ്പ് അവർക്ക് ലഭിക്കുന്നത്. ഉടനെ US പോകാനുള്ള വലിയ സാധ്യതകളുണ്ടായി. അവിടെ അവർക്ക് അവരുടെ മക്കളുടെ എല്ലാ കാര്യങ്ങളും ശരിയായി ചെയ്യുവാനും കുടുംബത്തോടൊപ്പം അവിടെ പോയി J1-ൽ നിന്ന് H1 വിസ ലഭിക്കുവാനും അവിടെ ഒരു വീട് വാങ്ങാനൊക്കെയുള്ള വലിയ സാധ്യതകൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ അവർക്ക് നൽകിയിരിക്കുന്നത്. ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുമ്പോൾ ഉടമ്പടി, മറിയാമ്മ പറഞ്ഞതുപോലെ, ഇതൊരു നിസ്സാര കാര്യമല്ല. ഉടമ്പടി എന്നത് ദൈവത്തോട് ചേർന്നിരിക്കുന്ന, നമ്മുടെ സങ്കടങ്ങളിൽ നമ്മോടൊത്ത് കരയുകയും നമ്മുടെ സന്തോഷങ്ങളിൽ നമ്മോടൊത്തും ചിരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ കൂടെയുള്ള ഒരു വലിയ ജീവിതമാണ്. അത് തന്നെയാണ് നിത്യതയുടെ ഒരു മുന്നാസ്വാദനമാണ് ഈ ഉടമ്പടി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉടമ്പടി പൂർത്തീകരിക്കുമെന്നുള്ള ഒരു നിലപാട് എത്ര തന്നെ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും വന്നപ്പോൾ മറിയാമ്മയും റോബിനും എടുത്ത ഒരു നിലപാട്, എന്തു തന്നെ വന്നാലും ഞങ്ങൾ ഇത് പൂർത്തീകരിച്ചിരിക്കും. അതിലൂടെ അവർക്ക് ലഭിച്ച സൗഭാഗ്യങ്ങൾ എത്ര തന്നെ ആര് തന്നെ നമ്മെ എതിർത്താലും, എത്ര തന്നെ ഒറ്റപ്പെടേണ്ടി വന്നാലും, തകർച്ചകളുണ്ടായാലും ഈശോയിൽ നിന്ന് അകന്നു പോകില്ല എന്നുള്ളൊരു വലിയ ദൃഢപ്രതിജ്ഞ നാം ഉടമ്പടിയിൽ ആദ്യമായി ഇവിടെ പ്രതിജ്ഞ ചെയ്യുന്നത് വളരെ സീരിയസ് ആയി എടുക്കുന്നവരാണ് അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ വലിയ സഹായങ്ങളും മധ്യസ്ഥങ്ങളും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. മറിയാമ്മയുടെ ഡ്രൈവിംഗ് ലൈസൻസ്, അതുപോലെ തന്നെ 3 ക്വസ്റ്റ്യൻ മാത്രമേ അറിയുള്ളൂ. 33 ക്വസ്റ്റ്യൻ ഉള്ളതിൽ 27 പാസ്സാകണം. നമുക്ക് അത് ടിക്ക് ചെയ്തിരിക്കണം. പക്ഷേ 3 ക്വസ്റ്റ്യൻ മാത്രമേ അറിയുള്ളൂ എന്നെങ്കിൽ അത് പരിശുദ്ധ അമ്മ തന്നെ മധ്യസ്ഥം നൽകി ജയിപ്പിച്ചിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ലൈസൻസ് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാം. സുഗന്ധാഭിഷേകത്തിലൂടെയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ സ്വപ്നം കണ്ടതിലൂടെയും എല്ലാം ഇവർക്ക് സമയാസമയങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ കൃപകളും അനുഗ്രഹങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുന്നതായി ഇവർ ഏറ്റുപറയുകയാണ്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ തന്നെയാണ് ഇവരുടെ ഇപ്പോഴും കൂടെ നടക്കുന്നതും ഈശോയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതും. ഇവരുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. അതോടൊപ്പം തന്നെ സമാനമായ ജീവിത തകർച്ചകളിൽ, സങ്കടങ്ങളിൽ പ്രവാസികളായി കഴിയുന്ന എല്ലാ മക്കളുടെയും സങ്കടങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.